കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എനിക്ക് വരുന്ന മെസ്സേജുകൾ, കോളുകൾ, പല ജില്ലകളിൽ നിന്ന് എന്നെ കാണാൻ വരുന്നവർ, ഇതിൽ നിന്നല്ല എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താണ് മനസ്സിലായത്? അതെ, അച്ചായൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്തൂടെ പറയാനുള്ളത്. എന്താണുള്ള സംഭവം വളരെ സിമ്പിളാണ്. അത് ഞാൻ അതിനകത്തേക്ക് വരാം. അപ്പോൾ സായി കൃഷ്ണ സീക്രട്ട് ഏജന്റാണ് അച്ചായനെതിരെ വീഡിയോ ഒന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞ ഇപ്രകാരമാണ്: അച്ചായൻ 40ഓളം വീട് വെച്ചു കൊടുത്തു. ഒരു വീടിൻ്റെ കാര്യത്തിൽ ആരോപണം വന്നപ്പോൾ ബാക്കി 39 വീടിൻ്റെ കാര്യം അത് തെളിയിക്കേണ്ട അച്ചായൻ്റെ ബാധ്യതയാണ്. അപ്പോൾ അച്ചായൻ അതിൻ്റെ രേഖകൾ, അച്ചായൻ്റെ മാത്രം കയ്യിൽ നിന്ന് കാശ് എടുത്താണ് ചെയ്തെന്നുള്ള രേഖകൾ പുറത്തേക്ക് വിട്ടാൽ ഇത് സാധൂകരിക്കപ്പെടും എന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ രേഖകളൊന്നും അച്ചായൻ പുറത്തേക്ക് വിട്ടില്ല. പക്ഷെ അപ്പോൾ ഞാൻ അച്ചായന് പിന്തുണ കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അച്ചായൻ്റെ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് മുടങ്ങിപ്പോയ വീടുകൾ പണിത് കൊടുക്കുന്നുണ്ടെങ്കിൽ 100% അച്ചായനെ ഞാൻ പിന്തുണയ്ക്കുന്നുണ്ട്. അവിടെ മറ്റാരും പറയുന്ന വാക്കുകളിലേക്ക് ഞാൻ പോകുന്നില്ല. സായി ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് എൻ്റെ. സായിക്ക് വേറെ എന്തെങ്കിലും തെളിവ് അച്ചായനെ പറ്റി കിട്ടുന്നെങ്കിൽ കൊണ്ടുവരട്ടെ, തെളിവോടെ കൊണ്ടുവരട്ടെ. വാമൊഴിയായിട്ട് പറയാതെ തെളിവോടെ കൊണ്ടുവരുമ്പോൾ സായി പറയുന്ന കാര്യത്തോട് നമ്മൾ യോജിക്കും. അതിനപ്പുറത്തേക്ക് അച്ചായൻ ചെയ്യുന്ന ഈ നല്ല പ്രവൃത്തിക്ക് ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അച്ചായൻ ഇനി ഇപ്പോൾ എന്താണ് ഇതിലൂടെ പറയുന്നത് എന്നുള്ളത് നമുക്ക് കേൾക്കാം. അച്ചായൻ്റെ പുതിയ വീഡിയോയുടെ ഒരു ചെറിയ ഭാഗം, കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. അച്ചായൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പൂർണ്ണമായിട്ട് കേൾക്കണേ. ഇപ്പൊ എന്റെ അവസ്ഥ ഞാൻ പറയുകയാണ്. എന്റെ മോനിപ്പം 8 വർഷമായിട്ട് ട്രീറ്റ്മെന്റിലാണ്. നിങ്ങൾ ഈ കുറ്റം പറയുന്ന ആൾക്കാർ ഇത് അറിയണം, കേൾക്കണം. നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ഈ ചതി ഉണ്ടല്ലോ, ഈ പാവപ്പെട്ട ഞങ്ങളെപ്പോലെ ഉള്ള ആൾക്കാരോട് നിങ്ങൾ ഈ ചതി ചെയ്തത്. ഹായ്. അതെ, അച്ചായൻ്റെ ഈ ഒരു ചാരിറ്റി പ്രവർത്തനം നിൽക്കുന്നതിലൂടെ ഒരുപാട് പേർക്ക് കാശ് കിട്ടുന്നത് കുറഞ്ഞു. അച്ചായൻ എന്ത് ഉടായ്പില്ല, ഇപ്പം ചിലർ ഉടായ്പെന്ന് പറയുമ്പോൾ ഉടായ്പിലൂടെയാണെങ്കിലും അച്ചായൻ വെള്ളക്ക് കാശ് കൊടുക്കുന്ന റിയാലിറ്റിയാണ്. 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെ അവസാന വീഡിയോയിൽ 10 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് റിയാലിറ്റിയാണ്. ആ കൊടുക്കുന്ന കാശ് കിട്ടുന്നവർക്ക് കിട്ടുന്നുണ്ട്. അതെങ്ങനെ വരുന്നു, എവിടുന്ന് വരുന്നു എന്നുള്ളതൊക്കെ ഇവിടുത്തെ ഒരു സിസ്റ്റം ഉണ്ട്, ഒരു ഗവൺമെൻറ് ഉണ്ട്. അതാണ് അന്വേഷിക്കേണ്ടത്. ഇനി അന്വേഷിക്കേണ്ട ഗവൺമെൻറ് തന്നെയാണ് വളം വെക്കുന്നതെങ്കിൽ ഒന്നുമില്ല, അത് പോട്ടെ. നമുക്കിനി അച്ചായൻ എന്താ പറയുന്നത്, അച്ചായൻ്റെ പുതിയ വീഡിയോ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കണ്ടന്റ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ വിഷയത്തെ പറ്റിയിട്ടൊക്കെ അറിയാമെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സന്ദേഹമുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഇന്റൻഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് എന്തായാലും ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ മെസ്സേജ് അയക്കണം. അൽത്താഫ് വ്ലോഗ്സ് എന്ന പേരിൽ തന്നെയാണ് ഇവിടെ എല്ലാം നമുക്ക് പ്രൊഫൈലുള്ളത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കേണ്ട. അച്ചായൻ നാളെ വീട്ടിലേക്ക് പോകാനുള്ള ചില പ്ലാനുകൾ, കാര്യങ്ങൾ ആളുകൾ മെനയാനും ചാൻസ് ഉള്ളൂ. അപ്പോൾ അച്ചായന് വേണ്ടിയിട്ടും കൂടാണ് ഈ വീഡിയോ. അച്ചായനിലേക്ക് അറിയാവുന്ന ഒരു വീഡിയോ അച്ചായനും കൂടെ എത്തിക്കണേ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എനിക്ക് വരുന്ന മെസ്സേജുകൾ, കോളുകൾ, പല ജില്ലകളിൽ നിന്ന് എന്നെ കാണാൻ വരുന്നവർ, ഇതിൽ നിന്നല്ല എനിക്കൊരു കാര്യം മനസ്സിലായി. എന്നെ ഇത്ര ലക്ഷക്കണക്കിന് ജനങ്ങൾ അത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്നെയും കാത്ത് അമ്മമാരും കുട്ടികളും സഹോദരിമാരും പല കുടിലുകളിലും കാത്തിരിക്കുന്നുണ്ട്. എനിക്ക് അവരുടെ അടുത്തേക്ക് പോയേ മതിയാവും. ഏതായാലും ഇത്രയും സ്നേഹിച്ച എല്ലാ ജനങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ചാരിറ്റി തുടരുവാണ്. അതെ, അച്ചായൻ കഴിഞ്ഞ ആഴ്ച ചാരിറ്റി നിർത്തി. കൃത്യം 7 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും അച്ചായൻ ചാരിറ്റി സ്റ്റാർട്ട് ചെയ്തു. അച്ചായൻ്റെ വീഡിയോ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി 7 ദിവസം കൂടുമ്പോഴാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ 7 ദിവസത്തിന് മുമ്പ്, അതായത് അച്ചായൻ 5-ാം തീയതി മറ്റോ ആണ് ലാസ്റ്റ് വീഡിയോ ഇട്ട് നിർത്തുന്നു എന്ന് പറഞ്ഞത്. ഇന്ന് 12-ാം തീയതി ആയപ്പോഴത്തേക്കിനും 7 ദിവസം കഴിയുമ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അച്ചായൻ വന്നിട്ടുണ്ട്. ചാരിറ്റി പുനരാരംഭിച്ചു. അത് അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കുറച്ച് ചെറുതായിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. ഫുൾ വീഡിയോ അച്ചായൻ്റെ ചാനലിലുണ്ട്, പേജിലുണ്ട്, നിങ്ങൾ പോയി നോക്കുക. ഇങ്ങനെ അച്ചായൻ സെലക്ട് ചെയ്യുന്ന ആളുകൾ, അത് ഞാൻ സമ്മതിച്ചു കൊടുത്തു. വരെ അത്രത്തോളം സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ടെന്ന്. അതിദാരിദ്ര്യം ഒഴിവായ നമ്മുടെ കേരളത്തിലും സ്വന്തം ബാക്കി ഞാൻ പറയാം. സംസാരിക്കില്ല, കെട്ടിട്ടേക്ക, കാരണം അവന് തലയിടിച്ച് വീഴും. ആ കുഞ്ഞിന് സംസാരശേഷിയിലെ കാഴ്ചയില്ല, അതിനെ കെട്ടിയിട്ടേക്കുന്ന ഒരു പിതാവിൻ്റെ അവസ്ഥ എനിക്കത് പറയാൻ പോലും വയ്യ. നിങ്ങൾക്കൊന്ന് ഊഹിക്കാം, അങ്ങനത്തെ സമൂഹം നമ്മുടെ നാട്ടിലുണ്ടല്ലോ, അങ്ങനത്തെ വീടുകൾ, കുഞ്ഞുങ്ങൾ നാട്ടിലുണ്ടല്ലോ. ഈ അടുത്ത ഒരു പോയിന്റ് ഈ മനുഷ്യൻ പറയുന്നത് കേൾക്കുമ്പോൾ വലിയ ദുഃഖം തോന്നുന്നുണ്ട്. ഓട്ടോക്കാർ പോലും വിളിച്ച വരില്ല, കാരണം ഞങ്ങൾ പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അച്ചായന് വളരെ സ്നേഹത്തോടാണ് ആ അമ്മ, ആ ചേച്ചി സംസാരിക്കുന്നത്. കാര്യം അവർക്ക് ആ ഒരു 5 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. മാത്രമല്ല, ഈ ചേട്ടൻ പറയുന്നുണ്ട് വീട്ടിലേക്ക് ഒരു ഓട്ടോ വിളിച്ചാൽ പോലും വരത്തില്ല, കാശ് കൊടുക്കത്തില്ലെന്ന് കരുതിയിട്ട്. അതിദാരിദ്ര്യമില്ലാത്ത ഒരു കേരളമാണെന്നോ നമ്മൾ ഈ കാണുന്ന അച്ചായൻ്റെ വീഡിയോയിലൂടെ? എവിടെ അതിദാരിദ്ര്യം തുടച്ചു നീക്കപ്പെട്ടത്? ഓട്ടോക്കൂലി 100 രൂപയോ ഈ 50 രൂപയോ 150 രൂപയോ കൊടുക്കാൻ കിട്ടത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഓട്ടോക്കാർ പോലും വിളിച്ചാൽ വരുന്നില്ലെങ്കിൽ ഈ വീട്ടിൽ ഈ മനുഷ്യൻ്റെ അവസ്ഥ എന്തുമായിരിക്കും? ഈ അവസ്ഥയുള്ള മനുഷ്യൻ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ മലയാളമാണല്ലോ സംസാരിക്കുന്നത്. ആംഗ്യ ഭാഷയൊന്നുമല്ല, ഹിന്ദി ഒന്നുമല്ല സംസാരിക്കുന്നത്, ബംഗാളികളും ഒന്നുമല്ല. ഇവർ സംസാരിക്കുന്നത് ഓട്ടോക്കാർ പോലും ഞങ്ങളുടെ വീട്ടിലേക്ക് വരില്ല, ഞങ്ങൾ ഓട്ടോ കൂലി കൊടുക്കില്ല എന്ന് കരുതിയിട്ടെന്ന് പറയുമ്പോൾ അതിദാരിദ്ര്യം ഒഴിവായ കേരളമാണെന്ന് ഒരു കൂസലും ഇല്ലാതെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഈ ഗവൺമെന്റിന് നാണമില്ലയോ? ഗവൺമെന്റിനോടാണ് എൻ്റെ ചോദ്യം. ഇങ്ങനെ പോലുള്ള ആളുകളെ അച്ചായനല്ല ചെന്ന് സഹായിക്കേണ്ടത്. അച്ചായൻ്റെ കടമ ചെയ്യുന്നു. അച്ചായന് ചാരിറ്റി ചെയ്യാൻ ഇഷ്ടമുള്ളവൻ്റെ ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് ഗവൺമെന്റ്, ഇത് ദാരിദ്ര്യമല്ല, അതിദാരിദ്ര്യം തന്നെയാണ്. ഇത് എവിടെയാണ് തുടച്ചു നീക്കപ്പെട്ടത്? ഈ അതിദാരിദ്ര്യം ഇവിടെ തുടച്ചു നീക്കപ്പെട്ടത്? ഇത് നിലനിൽക്കുമ്പോൾ ഒരു നാണമില്ലയോ വന്നിട്ട് അവിടെ ഇവിടെയും പ്രചരിപ്പിക്കാൻ, പോസ്റ്ററുകൾ വെക്കാൻ അതിദാരിദ്ര്യം ഇല്ലാന്ന്?
എന്റെ ചോദ്യമാണ്, ഇവരെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇവരെയൊക്കെയാണ് കാണേണ്ടത്. ഇവർ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ, ഈ സങ്കടങ്ങൾ അനുഭവിക്കുമ്പോൾ ഇവിടെ ഗവൺമെന്റിന് എത്താൻ സാധിച്ചില്ലെങ്കിൽ, ഇവിടുത്തെ ഭരിക്കുന്നൊരു ഗവൺമെന്റ് ഉണ്ടല്ലോ അതിനെത്താൻ സാധിച്ചില്ലെങ്കിൽ, ഇവിടെ ലോക്കൽ നേതാക്കൾക്ക് എത്താൻ സാധിച്ചില്ലെങ്കിൽ, ഒരു അച്ചായനാണ് അവിടെ എത്തുന്നത്. അച്ചായന് ഇഷ്ടമുള്ളതുകൊണ്ട് അച്ചായന്റെ ബിസിനസ് കൊണ്ട് കാശ് കൊണ്ട് അച്ചായൻ കൊടുക്കുമ്പോൾ ഈ പറയുന്ന ഇവിടുത്തെ ഗവൺമെന്റ് സംവിധാനങ്ങൾക്ക് എന്തുകൊണ്ട് ഈ പറയുന്ന അതിദാരിദ്ര്യപ്പെട്ട ഈ മനുഷ്യന്റെ വീട്ടിലേക്ക് എത്താൻ പറ്റുന്നില്ല, രക്ഷിക്കാൻ പറ്റുന്നില്ല? എന്റെ ചോദ്യമാണ്. നിങ്ങൾ ഓരോ മനുഷ്യരും കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നമ്മളുടെ ഓരോ അയലത്തും ഇതുപോലത്തെ ഈ വീട്ടിന്റെ അയലത്തുള്ള ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ, ഇവരും അച്ചായന്റെ മുന്നിലേക്ക് കൈ നീട്ടി ചെല്ലുമ്പോൾ ഈ അച്ചായനല്ലല്ലോ നാട്ടുകാരെ മൊത്തം സഹായിക്കേണ്ടത്. ഇവിടെ നമ്മളാൽ തെരഞ്ഞെടുക്കപ്പെട്ട, നമ്മുടെ ടാക്സ് പിഴിഞ്ഞുകൊണ്ട് പോയി ചായ കുടിക്കാൻ മാത്രം 1 മാസം 2 മാസം 3 മാസം ഒക്കെ 6 ലക്ഷം രൂപയൊക്കെയാണ് ചായ കുടിക്കാൻ വേണ്ടി മാത്രം ഇവർ മാറ്റിവെക്കുന്നത്. അതിൽ നിന്ന് ഒരു തുക ഈ പറയുന്ന രീതിയിൽ സ്വരൂപിച്ച് ഇവിടുത്തെ ദാരിദ്ര്യം മാറ്റാൻ, അതിദാരിദ്ര്യം മാറ്റാനായിട്ട് ഇവർ സമീപിച്ചപ്പോൾ ഈ അതിദാരിദ്ര്യത്തിൽ നിന്ന്, ഞാൻ പറയട്ടെ, നമ്മൾ കുളത്തിൽ നിന്ന് വലയിട്ട് മീൻ പിടിക്കുമ്പോൾ ഊട്ടയ്ക്കകത്ത് 1 2 ചാടിപ്പോകും. അപ്പോൾ അതിദാരിദ്ര്യമുള്ള കുറേ പേരെ രക്ഷിച്ച് വലയിട്ട് പിടിച്ച് രക്ഷിച്ചപ്പോൾ അതിൽ നിന്ന് ഊട്ടയ്ക്കകത്തും ചാടിപ്പോയ ചേട്ടനായിരിക്കുമല്ലോ ഈ ചേട്ടൻ. ഇവർക്കൊന്നും അതിദാരിദ്ര്യം ആയിരിക്കത്തില്ല അല്ലേ? എന്റെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം വേണം. നിങ്ങൾ കാണുന്ന ഓരോരുത്തർക്കും ഇതിനെ പറ്റിയിട്ട് അറിയാമെന്ന് നിങ്ങൾ പറയണം. ഞാൻ ചോദിക്കുന്നത് പോയിന്റ് അല്ലേ? ഇവരല്ലേ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യപ്പെടേണ്ട ജനങ്ങൾ? ഇവർ ഇങ്ങനെ ഉള്ള ആളുകളല്ലേ? അതിന് അച്ചായന്റെ വീഡിയോ ഒരു പാത്രമായി. അച്ചായന്റെ വീഡിയോയിലൂടെ ഇങ്ങനത്തെ ആളുകൾ നമുക്ക് പുറത്തേക്ക് കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളിലൂടെ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും വേണം. നമ്മൾ ചോദിക്കണം. നമ്മളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ആണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വന്ന സമയത്ത് ഏതോ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ പ്രതിനിധി ഒരു പെൺകുട്ടി എന്നിട്ട് സെൽഫി എടുക്കാൻ ചെന്നപ്പോൾ പറ്റത്തില്ല. അതെ, ഒരു മുഖ്യമന്ത്രി സെൽഫി എടുക്കാൻ നിൽക്കുകയൊന്നും വേണ്ട. കാരണം വികസനത്തിന് വേണ്ടി ഓടണ്ടേ, വികസിപ്പിക്കണ്ടേ? ആ വികസനത്തിന്റെ ആണ് ഈ കാണുന്നത്. ആ വികസിച്ച അതിദാരിദ്ര്യമില്ലാത്ത കേരളമാണ് ഈ കാണുന്നത്. ഓട്ടോക്കാർ പോലും വിളിച്ചിട്ട് വീട്ടിലേക്ക് വരില്ല, കൂലി കൊടുക്കത്തില്ലെന്ന് വിചാരിച്ചു. അത്രയ്ക്ക് അതിദാരിദ്ര്യമുള്ള മനുഷ്യൻ. അങ്ങനത്തെ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് അച്ചായൻ ചെന്നത്. അച്ചായന് ചെല്ലാൻ പറ്റുന്നുണ്ട്, അച്ചായന് സഹായിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഗവൺമെന്റിന് പറ്റുന്നില്ല. ഇത് പിടിക്കുക, ഈ കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം നടത്തുക. ഓക്കെ, പോവും, ഉറപ്പായിട്ടും പോവും. ഓക്കെ, അച്ചായൻ ഇനിയും ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യണം, സഹായിക്കണം. കാര്യം ഇവിടുത്തെ ഗവൺമെന്റ് ഈ പറയുന്ന അതിദാരിദ്ര്യം തുടച്ചു നീക്കിയിട്ട് ഇങ്ങനത്തെ കുറച്ച് ആളുകളുള്ളപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അച്ചായൻ ആഴ്ചയിൽ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരുമ്പോൾ അത് അച്ചായന്റെ മാത്രം ഒരു ഇതല്ല. അച്ചായനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടി വരുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് കൃത്യമായിട്ട് അതിദാരിദ്ര്യം ഒഴിവാക്കാത്തത് കൊണ്ടാണ്. എന്നിട്ട് പേര് വെച്ച് ഫ്ലെക്സിൽ മാത്രം വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഫ്ലെക്സിൽ മാത്രം വെച്ചിട്ട് കാര്യമില്ല. അത്രയ്ക്ക് ദയനീയമായ കുടുംബം, 2 കുഞ്ഞുങ്ങൾ, അദ്ദേഹത്തിന്റെ അവസ്ഥ. ഇത്രയും വന്ന് ഈ ഒരു വീഡിയോയിൽ ദയനീയത പറയുമ്പോൾ, ഈ ഒരു ബുദ്ധിമുട്ട് നമ്മളിലേക്ക് എത്തുമ്പോൾ ഇവിടെ ആദ്യം നോക്കേണ്ട ഗവൺമെന്റ് അല്ലേ? ഇനി അടുത്ത വിഷയം, മെയിനായിട്ട് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന വിഷയം ഈ വീട് വെച്ചതുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതി. ലൈഫ് പദ്ധതിയുമായിട്ട് വീട് വെച്ചതിൽ അച്ചായൻ കയറി കാശ് കൊടുത്തു, അച്ചായനത് പണി കഴിപ്പിച്ചു കൊടുത്തുള്ള പദ്ധതി. ഇതിൽ എൻ്റെ ഒരു സംശയമാണ് ഉന്നയിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാം ഇതിൽ അഭിപ്രായങ്ങൾ ഇടാം. ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമാണ്. ഞാൻ പറയുന്ന കൂട്ടി ലൈഫ് പദ്ധതിയിലുള്ള കാശാണെങ്കിൽ പോലും ഗവൺമെന്റിന്റെ കാശാണ്. നമ്മളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് കൊടുക്കുന്ന കാശാണ്. ഇങ്ങോട്ട് നോക്കണ്ട, എന്നെ നോക്ക്. ഞാൻ പറയുന്ന പോയിന്റിലിട്ട് പോവാ. ഈ കാശ് കൊടുക്കുമ്പോൾ എൻ്റെ ഒരു ചോദ്യമാണ്, ഇത് എത്രത്തോളം ഇതിനെനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഇടുക. ഒരു വീട് വെക്കാനായിട്ട് 4 ലക്ഷം രൂപയോ ലൈഫ് പദ്ധതിയിൽ കൊടുക്കുന്നു. ആദ്യം തറ കെട്ടി കാണിച്ച് കഴിയുമ്പോൾ ഇത്ര രൂപ കൊടുക്കും. അതിന് മേലോട്ട് കെട്ടി കാണിച്ച് ഇത്ര കൊടുക്കും. അങ്ങനെ ആദ്യം തറ കെട്ടി കാണിച്ച് കഴിയുമ്പോൾ 10-9,000 രൂപ കൊടുത്തിട്ട് പിന്നീട് അതുകൊണ്ട് തീരാതെ വരുമ്പോൾ, തറ കെട്ടി മൊത്തം തീരാതെ വരുമ്പോൾ ഒരു കടോ മേടിച്ച് ബാക്കി കൂടെ ചെയ്ത് വെച്ചിട്ട് പിന്നീട് അടുത്ത ഗഡു, അതായത് ഇത് തീർത്ത് കാണിച്ചാലേ അടുത്ത് പറ്റത്തുള്ളൂ, മേളിലോട്ട് വെൽറ്റ് കെട്ടി മേളിലോട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ കുറേ നാളായിട്ട് മുടങ്ങി കിടക്കുമ്പോൾ അച്ചായൻ അവിടേക്ക് ചെല്ലുന്നു, അച്ചായൻ ബാക്കി കാശ് കൊടുത്ത് ഈ വീട് പണി തീർക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു ചോദ്യമുണ്ട്, അപ്പോൾ മറ്റേത് അവിടെ മുടങ്ങി കിടക്കും ആ ലൈഫ് പദ്ധതിയിൽ വ്യക്തമായ പോയിന്റാണ്, ശ്രദ്ധിച്ചോണം. ഇതാണെങ്കിൽ കട്ട് ചെയ്തിട്ടിട്ട് നിങ്ങൾ എവിടെയെങ്കിലും റിയാക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് ഈ വിഷയം പുറത്തേക്ക് കൊണ്ടുവരണം. അതായത് ആ പദ്ധതി മുടങ്ങി പോവുകയാണല്ലോ, അവിടെ മുടങ്ങി പോവുകയും ആ 4 ലക്ഷം രൂപ കിട്ടാതെ, ഇല്ലെങ്കിൽ അത് പണി പൂർത്തിയാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അച്ചായൻ ഇത് വീട് പൂർത്തിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ വീടുകൾ രജനീഷ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ വന്നിട്ട് ലൈഫ് പദ്ധതിയുടെ വീടെന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുമ്പോൾ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, അച്ചായൻ ആ വീട് പൂർത്തിയാക്കി കൊടുക്കുകയും ചെയ്തു, എന്നാൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്ന് ആ ഫണ്ട് കിട്ടാതെ വന്നുകൊണ്ട് പകുതിക്ക് കിടക്കുന്നുണ്ടാണല്ലോ ഇത് പൂർത്തിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ ആ ലൈഫ് മിഷൻ പദ്ധതിയുടെ ബാക്കി കാശ് അത് എവിടേക്ക് പോകും? ഈ ചോദ്യം ബാലിശമാണെങ്കിൽ, പൊട്ടത്തരമാണെങ്കിൽ നിങ്ങൾ വിട്ടുകളയണം. പക്ഷേ ഈ ഒരു ചോദ്യം ചോദിക്കാൻ ഒരു പൗരെന്ന രീതിയിൽ എനിക്ക് അവകാശം ഉണ്ടല്ലോ. ഞാൻ വോട്ട് ചെയ്തൊരു വ്യക്തിയാണല്ലോ, ഞാൻ വോട്ട് ചെയ്ത ആളാണ്. ഈ ഇടയ്ക്ക് വോട്ട് ചെയ്തതിൻ്റെ പോയിട്ടുണ്ട്. ഞാൻ വോട്ട് ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ലൈഫ് മിഷൻ പദ്ധതിയിലുള്ള വീട് പൂർത്തീകരിക്കാതിരിക്കുന്ന സമയത്ത് അച്ചായൻ ചെന്ന് കാശ് കൊടുത്ത് പൂർത്തീകരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ആ ലൈഫ് മിഷൻ പദ്ധതിക്ക് പൂർണ്ണമായി കിട്ടേണ്ടിയിരുന്ന ആ കാശ് അത് ബാക്കി എന്താ ചെയ്യുന്നത്, എങ്ങോട്ട് പോകുന്നു, എന്ത് പറ്റുന്നു? ഇതിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം എൻ്റെ വ്യക്തമായൊരു ചോദ്യമാണ്. ഇത് അച്ചായനോടുള്ള ചോദ്യമല്ല, പൊതുജനങ്ങളാണ് നിങ്ങളോട് ഞാൻ വെക്കുന്ന ചോദ്യമാണ്. ഇല്ലെങ്കിൽ നാളെ ഇത് അച്ചായൻ പാരയായിട്ട് തിരിച്ചു വരും. അച്ചായന് പാരയായിട്ട് തിരിച്ചു വന്നിട്ട് ചോദിക്കും, അച്ചായൻ അത് തീർത്തു കൊടുത്തപ്പോൾ ഗവൺമെന്റിന്റെ ബാക്കി കാശ് എവിടെ പോയി?
ഗവൺമെന്റിന്റെ ആ വരുന്ന ലീഗലിയുള്ള കാശ് അവിടെ പോയി എന്നൊക്കെ ഒരു ചോദ്യം അച്ചായന്റെ തലയിലും കൂടെ കൊണ്ടിടാൻ പലരും ശ്രമിക്കും. ആ മനുഷ്യന്റെ നല്ല പ്രവൃത്തിയെ കൂടെ തള്ളിക്കളയുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇതിനുള്ള ഉത്തരം അറിയാവുന്നവർ പറയുക, ഇല്ലെങ്കിൽ അറിയാവുന്നവർ പറയുന്നവരിലേക്ക് ഇത് എത്തിക്കുക. താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ഒരു സാധാരണ പൗരനാണ്. ദാരിദ്ര്യവും തുടച്ചു നീക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരിക്കലും ദാരിദ്ര്യത്തിലേക്ക് പോകരുത് എന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്ന അങ്ങനെ ഒരു ഗവൺമെന്റിനെ തരണമെന്ന് വിചാരിക്കുന്ന വ്യക്തിയാണ്. നല്ലൊരു ഗവൺമെന്റാണ് ഭരണത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ചില പാളിച്ചകൾ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ, സെൽഫി എടുക്കാൻ പോലും ഒരാൾ വരുമ്പോഴത്തേക്കിനും അത് ഓടി മാറ്റി നിർത്തിയിട്ട് വികസനത്തിന് വേണ്ടി പോകുമ്പോൾ പൂർണ്ണമായി ഇവിടെ വികസിച്ചോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ഇറ്റ്സ് മീ അൽത്വാഫ്. വെട്ടിയിട്ടാലും പൊട്ടി മുളയ്ക്കണം.